ഹലോ എവരിവൺ, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നെന്താണല്ലേ ഞാൻ ഇത്ര നല്ല ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇന്ന് ഞങ്ങളുടെ കോളേജിലെ എത്നിക് ഡേ ആണ് കേട്ടോ. അപ്പം നാളെയാണ് ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഇന്ന് എത്നിക് ഡേ ആണ്. അപ്പോൾ ഇന്നാണ് ഓണം സെലിബ്രേഷൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു കോളേജിലെ എത്നിക് ഡേയും ഓണം സെലിബ്രേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ കോളേജിലേക്ക് പോവാം. അതിന് മുമ്പ് എൻ്റെ ഔട്ട്ഫിറ്റ് കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇതിൻ്റെ കൂടെ ഞാൻ ബ്ലാക്ക് മെറ്റലാണ് കേട്ടോ സ്റ്റൈൽ ചെയ്തേക്കുന്ന, ബ്ലാക്ക് മെറ്റൽ വെച്ചുള്ള മാലയും കമ്മലൊക്കെ. അത് ഞാൻ കുറച്ചും കൂടെ സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന നെക്ക് പീസ്. എങ്ങനെയുണ്ട്? പിന്നെ അതിൻ്റെ അതേ സെറ്റിൻ്റെ കമ്മലാണ് കേട്ടോ. പിന്നെ ഈ വാച്ച് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചു. നല്ലതല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പുറത്തെ കയ്യിൽ വളയുണ്ട്, പിന്നെ മോതിരം ഇട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, എൻ്റെ കാലിൽ പാദസരം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ഞാൻ ഫുൾ വീഡിയോയിൽ എടുത്തപ്പോൾ ചിലപ്പോൾ പാദസരം കണ്ടിട്ടുണ്ടാവും. പാദസരം ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യണേ. രാവിലെ വീഡിയോ എടുത്തോണ്ട് വേണം കോളേജിൽ വരാമെന്ന് വിചാരിച്ചു, പക്ഷെ ലേറ്റ് ആയിപ്പോയി. വന്നപ്പോഴേ ക്ലാസ്സിൽ മാമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ജെനി, ഇതാണ് ലവീന, നേഹ. കാണുന്നില്ല? അപ്പൊ എന്നെ കുറിച്ച് രണ്ട് വാക്ക് പറയും. ശരിക്കും വയ്യ. ലവീന എന്തൊക്കെയുണ്ട്? എന്നെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു. പക്ഷെ വിശ്വസിക്കത്തില്ലേ? കണ്ണോ എന്നെ വേണം പറഞ്ഞ. ഇപ്പൊ ബ്രേക്ക് ടൈം ആണ്, നമ്മൾ ചുമ്മാ അങ്ങനെ ഒന്ന് കറങ്ങാറിങ്ങിയത്. എല്ലാവരും ഭയങ്കര ഡ്രസ്ഡ് അപ്പ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും കാണാനായിട്ട്. ഞാൻ കാണിച്ചല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് കുറച്ച് പരിപാടി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റേജൊക്കെയാണ് എല്ലാവരും വ്ളോഗിന് വരുന്നതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊന്നും അല്ലല്ലേ സംസാരിക്കുന്നത്. എല്ലാവരും ഭയങ്കര കൂളാണ്. വ്ളോഗിന് വരുന്നുണ്ട് ചെറിയൊരു ചുമലുണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഇന്ന് എല്ലാവരും കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കുറേന്ന് കുറച്ച് ലൈറ്റ് കൂടുതലാണോന്ന് ഇപ്പൊ കറക്റ്റായില്ലേ? കാരണം ഞാൻ ജനലിൻ്റെ അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ലൈറ്റ് കൂടുതലായിട്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ എന്തെങ്കിലും കളറായിട്ടുണ്ട് കാണാനായിട്ട്. എല്ലാവരെയും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് ബാക്കി പരിപാടി ഉണങ്ങും നമുക്ക് കാണാം. ഇവർ രണ്ടുപേരുമാണ് ഞങ്ങളുടെ ക്ലാസ് റെപ്സ്, ഷോണും ലെനിയും. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ, പുറത്തുള്ള ക്യാൻറ്റീനാണ് കേട്ടോ. ഇവിടെ സ്നാക്സും പിന്നെ ഐസ്ക്രീംസും ഒക്കെ ഇതേ വരുന്നു രണ്ടുപേരും, നേഹയും ലവീനയും കൂടെ. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ആണ് കേട്ടോ, നല്ല ആംബിയൻസും ആണ്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, വെയില്, ഭയങ്കര വെയില. ഇതാണ് കുഞ്ചു. ആദ്രജാന്നാണ് ശരിക്കുള്ള പേര്, പക്ഷെ ഞാൻ കുഞ്ചുനെ വിളിക്കത്തുള്ളൂ. ഇവിടെ എനിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ജെമ്മാണ്.
അതിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. ഓക്കെ സോ മഞ്ഞ ഈസ് അടിപൊളി, സൂപ്പർ, ഓസം. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ കോളേജിലുള്ള ഒരു ഫ്യൂ ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളാണ് മഞ്ഞ. അവർക്ക് നാളെ വരുന്നു. ലഞ്ച് കഴിക്കാൻ വലിയ കാര്യത്തിൽ കഫ്റ്റീരിയ ചെന്ന അവിടെയാണെങ്കിൽ ഒന്നുമില്ല, എല്ലാം തീർന്ന്. ലാസ്റ്റ് ഈ ഒരു ഐസ്ക്രീം മാത്രം. കോളേജിലത്തെ ഫ്രീസറിന്റെ ഗുണമായത് എത്നിക് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ ഫൺ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വന്നു കേട്ടോ. അടിപൊളിയായിരുന്നു എല്ലാവരെയും കാണാൻ. പിന്നെന്തായിരുന്നു, പിന്നെ കുറേ വടംവലി ഉണ്ടായിരുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജയിച്ചു. അത് വലിയൊരു കാര്യമല്ലേ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജയിച്ചു. സെമി വരെ പോയി. ഫൈനലായപ്പോഴത്തേക്കും ഒന്ന് പുറകോട്ട് പോയി. എന്നാലും സാരമില്ല, സെമി വരെ പോയില്ലേ, അതുതന്നെ വലിയ കാര്യം. പിന്നെ അതിന് മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു. പിന്നെ 2-3 ഡാൻസ് പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു നമ്മുടെ എത്നിക് ഡേ. ഞാൻ വിചാരിച്ചത് ഓണം സെലിബ്രേഷൻ, കോളേജിലെ ഓണം സെലിബ്രേഷനും കൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്നാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കോളേജിൽ ഇപ്രാവശ്യം ഓണം സെലിബ്രേഷൻ ഇല്ല. കാരണം ന്യൂസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ കോളേജിലാണ് ഒരു സാറ് ആ ഒരു എത്നിക് ഡേയുടെ ആ ഡേയിൽ ഒരു അൺഫോർച്ചുനേറ്റായിട്ട് പുള്ളി മരിച്ചുപോയി. സോ അതുകൊണ്ട് നമ്മുടെ അവിടെ ഓണം സെലിബ്രേഷൻ ഇപ്രാവശ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് എത്നിക് ഡേ മാത്രം കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എത്നിക് ഡേ, കോളേജിലെ എത്നിക് ഡേയും എൻ്റെ എത്നിക് ഔട്ട്ഫിറ്റും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.